ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ബംഗ്ലാദേശുമായിട്ടുള്ള ഒന്നാം T20യിൽ ഇന്നലെ ഗംഭീര വിജയം നേടിയിരിക്കുകയാണല്ലോ സൂര്യകുമാർ യാദവിന്റെ ടീം ഇന്ത്യ. തികച്ചും ഏകപക്ഷീയമായിട്ടുള്ള മത്സരം എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ. 7 വിക്കറ്റിന്റെ മിന്നുന്ന വിജയമാണ് ഇന്ത്യ ഇന്നലെ സ്വന്തമാക്കിയിട്ടുള്ളതും. ആദ്യം ബൗളിങ്ങിലും പിന്നീട് ബാറ്റിങ്ങിലും ടീം ഇന്ത്യയുടെ സമ്പൂർണ്ണ ആധിപത്യം തന്നെയാണ് കളിക്കളത്തിൽ നമ്മൾ കണ്ടത്. ഏതായാലും ഈ ഒരു വിജയത്തോടുകൂടെ 3 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലെത്തിയിട്ടുണ്ട്. മലയാളി താരം സഞ്ജു സാംസണെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ മത്സരം ഏറെ സന്തോഷിക്കാൻ വക നൽകുന്ന ഒരു കളി തന്നെയായിരുന്നു. കാരണം ആദ്യം വിക്കറ്റിന് പിന്നിലും പിന്നീട് ബാറ്റിംഗിലുമൊക്കെ അദ്ദേഹത്തിന് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഓപ്പണിംഗിലേക്ക് പ്രൊമോഷൻ ലഭിച്ച സഞ്ജു സാംസൺ 19 ബോളുകളിൽ 6 ഫോറുകളടക്കം 29 റൺസാണ് സ്കോർ ചെയ്തത്. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയപ്പോൾ ചില ആളുകളെങ്കിലും സഞ്ജു സാംസണിനെതിരെ വിമർശനവുമായിട്ട് രംഗത്ത് വരുന്നൊരു കാഴ്ച കണ്ടിട്ടുണ്ട്. അതെ, ഓപ്പണർ അഭിഷേക് ശർമ്മയുടെ റണ്ണൌട്ടിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ശരിക്കും അവിടെ സംഭവിച്ചത് എന്തായിരുന്നു? യാഥാർത്ഥ്യം പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആദ്യ T20യിൽ പുതിയ ഓപ്പണിംഗ് ജോഡികളായിട്ടുള്ള സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ചേർന്നുകൊണ്ട് മികച്ച തുടക്കം തന്നെയായിരുന്നു ഇന്ത്യക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. 128 റൺസിന്റെ അനായാസ വിജയലക്ഷ്യം പിന്തുടരവേ വളരെ അഗ്രസീവായിട്ടുള്ള ബാറ്റിംഗ് ശൈലിയാണ് ഇരുവരും കാഴ്ചവെച്ചിട്ടുള്ളതും. 12 പന്തുകളിൽ 25 റൺസ് അടിച്ചെടുത്തുകൊണ്ട് ഈ ഒരു പാർട്ട്ണർഷിപ്പ് മുന്നേറുന്ന സമയത്താണ് നിർഭാഗ്യകരമായിട്ടുള്ള രീതിയിൽ അഭിഷേക് ശർമ്മ റണ്ണൌട്ട് ആവുന്നത്. 7 ബോളുകളിൽ 2 ഫോറും 1 സിക്സറും അടക്കം 16 റൺസ് എടുത്തുകൊണ്ട് അഭിഷേക് മികച്ച ടച്ചിൽ നിൽക്കുന്ന സമയമായിരുന്നു. പേസർ ടസ്കിൻ അഹമ്മദ് എറിയുന്ന രണ്ടാമത്തെ ഓവറിലെ അവസാനത്തെ പന്തിലാണ് സംഭവം. സഞ്ജു സാംസണാണ് സ്ട്രൈക്ക് നേരിടുന്നത്. ആംഗിൾ ചെയ്ത് അകത്തേക്ക് വന്നിട്ടുള്ള ഗുഡ് ലെങ്ത് പന്താണ് ടസ്കിൻ പരീക്ഷിക്കുന്നതും. ഷോർട്ട് മിഡ് വിക്കറ്റ് ഏരിയയിലേക്ക് സഞ്ജു സാംസൺ ഇത് കളിക്കുകയും ചെയ്യുന്നു. സിംഗിളിനായിട്ട് 2 അടി മുന്നോട്ട് വെച്ചതിന് ശേഷം പിന്നീട് അതിന്റെ ഡേഞ്ചറസ് മനസ്സിലാക്കിക്കൊണ്ട് സഞ്ജു ഇത് വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. പക്ഷേ ക്രീസിന്റെ മറുവശത്ത് അഭിഷേക് ശർമ്മ അപ്പോഴും സിംഗിളിനായിട്ട് ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അല്പദൂരം അദ്ദേഹം മുന്നിലേക്ക് ഓടിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ സഞ്ജു സിംഗിൾ വേണ്ടെന്ന് തീരുമാനിച്ചതോടുകൂടെ അഭിഷേക് ശർമ്മ ആശയക്കുഴപ്പത്തിലായി. അതാണ് ശരിക്കും സംഭവിച്ചത്. ഇതിനിടെ തൗഹീദ് റിദോയ് ബോൾ ഫീൽഡ് ചെയ്തുകൊണ്ട് അതിവേഗം നോൺ സ്ട്രൈക്കറുടെ എൻഡിലുള്ള വിക്കറ്റും തെറിപ്പിക്കുന്നു. അഭിഷേക് ശർമ്മ തിരികെ ക്രീസിലേക്ക് എത്തുമ്പോഴേക്കും അത് സംഭവിച്ചു കഴിഞ്ഞിരുന്നു. അതെ, അദ്ദേഹം റണ്ണൌട്ടായി. ഇതോടുകൂടി അഭിഷേക് ശർമ്മ നിരാശനായി ക്രീസ് വിട്ടപ്പോൾ ക്രീസിന്റെ മറുവശത്ത് സഞ്ജു സാംസൺ ഞെട്ടലോടുകൂടെ നിൽപ്പുണ്ടായിരുന്നു. അതൊരു നിരാശാജനകമായിട്ടുള്ള റണ്ണൌട്ടായിരുന്നു. കാരണം അഭിഷേക് ശർമ്മ അത്തരത്തിലൊരു പ്രകടനമാണ് നടത്തിക്കൊണ്ടിരുന്നതും. യഥാർത്ഥത്തിൽ അവിടെ ഒരു സിംഗിളിനായിട്ടുള്ള പഴുതൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് സഞ്ജു സാംസൺ മുന്നോട്ട് കയറിയതിനു ശേഷം ഫീൽഡറിനെ കണ്ടുകൊണ്ട് പിന്മാറുന്നത്. ശരിക്കും അവിടെ അത് തന്നെയായിരുന്നു വേണ്ടിയിരുന്നതും. ഏതായാലും അതൊരു നിർഭാഗ്യകരമായിട്ടുള്ള റണ്ണൌട്ട് തന്നെയാണ് അഭിഷേക് ശർമ്മ നേരിടേണ്ടി വന്നത്. ഈ ഒരു മത്സരത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള മറ്റൊരു കാഴ്ച എന്തെന്ന് വെച്ചാൽ സഞ്ജു സാംസൺ തന്റെ വിക്കറ്റ് നഷ്ടമായപ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷൻ വല്ലാതെ അലറി വിളിച്ചുകൊണ്ട് പ്രകടിപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പലപ്പോഴും വളരെ ശാന്തനായിക്കൊണ്ടാണ് അതൊക്കെ നേരിടാറുള്ളത്. ഏതായാലും ഇത്തവണ വല്ലാതെ ആ ഒരു ഫ്രസ്ട്രേറ്റഡ് ആവുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു.